വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ്. ഇത് 2 ദിവസം മുമ്പുള്ള പയറ്, കോവയ്ക്ക, ചീര ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ച. അപ്പോൾ ഇതൊന്ന് നമുക്കെടുക്കാം. ഇതെന്തുവാ, പിള്ളേർ കുടിക്കാൻ വെള്ളം വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ മീൻ കഴുകിയ വെള്ളം ഫ്രീസറിലിരിക്കുക, കട്ടയായിട്ടിരിക്കുക. അപ്പോൾ ഇത് കൂട്ടാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇനി എടുക്കാം. ഇവിടെ എന്തുവന്ന് നോക്കട്ടെ. പിന്നെ നമ്മുടെ ചീരത്തോരനുണ്ട്. ഇടയ്ക്കൊന്ന് കടിക്കാൻ കാന്താരിമുളകുണ്ട്. ഇത് ചിക്കനാണ്. ഇത് വെജിറ്റബിളുണ്ട്. എനിക്ക് പച്ചക്കറി ഇഷ്ടമാണ്, അതുകൊണ്ട് പച്ചക്കറി ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സലാഡ് വെച്ച് കഴിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ നാരങ്ങയുണ്ട്. നാരങ്ങ ഉണങ്ങിപ്പോയി, 1 മാസം മുമ്പ് മേടിച്ചതാണ്. ഇത് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. വലിയൊരു തണ്ണിമത്തം മേടിച്ച് വെച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് പിള്ളേർക്ക് ഇഷ്ടം മധുരമുള്ളത്, അപ്പോൾ അവർക്ക് ഈ തണ്ണിമത്തം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വെച്ചിരിക്കുന്നത്. ഒത്തിരി സമയമായതുകൊണ്ടോ ഓണടിക്കുക. നമ്മുടെ പയർ 2-3 ദിവസമായി പറിച്ച് വെക്കുന്നുണ്ട്. കൂട്ടിയെടുക്കുക. പേരയ്ക്ക ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനാണ്. പഴം വൈറ്റ് ചെറുക്കനെ കുടിക്കുകയാണ്. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്. ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ സ്വാഗതം. അപ്പോൾ ഈ വാഴ ഏതാണെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആരും തന്നെ അതിന് ഉത്തരം പറഞ്ഞില്ല. എൻ്റെ ചോദ്യം മോശമായതുകൊണ്ടാണോ, ഇനി മലയാള ഭാഷ അല്ലാത്തത് കൊണ്ടാണോ, ഇനി ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണോ, ഇനി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരും അതിന് ഉത്തരം പറഞ്ഞില്ല. അത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. എന്നാലും കൂട്ടുകാർ, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഇത് ഏത് വാഴയാണെന്ന്. എനിക്കറിയില്ല, ഞങ്ങൾ വെച്ചപ്പോൾ മാറിപ്പോയതാണ്. ഇപ്പം ചോദ്യം വിട്ടു. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയുക. ചോദ്യം എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചാനലിട്ടിട്ട് ഓടും. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് മലയാളിക്ക്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ലൈഫ് ടോൺ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചണിൽ അവൈലബിൾ ആയിരുന്നത് നമ്മുടെ കുറച്ച് പച്ചക്കറിയുടെ 3-4 ദിവസം മുമ്പുണ്ടായിരുന്ന മിച്ചം വന്നതാണ്. അപ്പോൾ അതൊന്ന് കൊടുത്തു നോക്കുക. കഴിച്ചാൽ കഴിക്കട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ്. അപ്പോൾ കോവയ്ക്കയുണ്ട്, പയറുണ്ട്, പിന്നെ കോവയ്ക്ക, പയർ, ഒരൈറ്റം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. ചീര. അപ്പോൾ നമ്മുടെ ഈ ചീര ഇത്രയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 12 തവണ മിച്ചം ചീര പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്ത് നോക്കാം. ചീരയൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്, ഉണ്ടോ?
ഇത് ഇനിയും ഇത്തവണയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ മാത്രമായിട്ടുണ്ട്. നമ്മുടെ ഈ കോഴിനെ നമ്മൾ എന്നും രാവിലെ അങ്ങ് അഴിച്ച് വിട്ടേക്കണം. ഒരു പെടയാണ്, മുട്ടയിടാറായിട്ടുണ്ട്. അപ്പോൾ ചീര ഞങ്ങൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ 3 സെക്ഷനിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുതായിട്ടുണ്ട്, ഇച്ചിരി നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ നമുക്ക് ഫുഡൊന്ന് കൊടുത്ത് നോക്കാം. കഴിച്ചെങ്കിൽ കഴിക്കട്ടെ. മുട്ടയിടാറായിട്ടുണ്ട്. മുഖമൊക്കെ നല്ല ചുവന്നത് എടുത്ത് വന്നിട്ടുണ്ട്, കരയുന്നുമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ നമ്മുടെ തക്കാളിയാണ്. അതിലിപ്പോൾ 6 തക്കാളി ഉണ്ടായിട്ടുണ്ട്. കോഴി പതുക്കെ വന്ന് കൊത്തുന്നുണ്ട്. ഞാൻ കൊത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു വല പോലെ കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ചെത്തി പൂവിൻ്റെ കമ്പ് 1 മാസം മുമ്പ് വെട്ടിയിട്ടതാണ്. അപ്പോൾ അത് ഉണങ്ങിയത് ഇങ്ങനെ സൈഡിൽ വല പോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് അതിൻ്റെ കൊത്ത് കുറഞ്ഞിരിക്കും. എന്തായാലും ഇതും നമുക്കൊരു 6 തക്കാളി എന്ന് പറയുമ്പോൾ തന്നെ 1 കിലോ അടുത്തുണ്ട് വരുമ്പോൾ. എന്തായാലും ഉണ്ടാകട്ടെ. കാണുമ്പോൾ നല്ല ഭംഗി, പൂങ്കോഴി അവിടെ പറഞ്ഞ നല്ല കുഴിച്ച കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കെയർ ചെയ്ത് നിർത്തിയിരിക്കും. 3, 6, 7, 8, 9 എണ്ണം ഉണ്ട്. അപ്പോൾ തക്കാളി പിടിച്ചു വരട്ടെ. കൂട്ടത്തിൽ നമ്മുടെ ചീര 3, 2, 5 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഓരോ കറിക്കുള്ളതുണ്ട്. ഇവിടെ പാവലങ്ങനെ മുന്നോട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല വളർച്ചയുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അങ്ങ് മുരടിച്ച് നിൽക്കുക. എന്തായാലും കായ് ഇഷ്ടം പടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 10 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 5-6 എണ്ണത്തിന് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, ബാക്കി കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്. ഇത് പിന്നെ അവിടെയുണ്ട്. അവിടെ നമ്മുടെ ശ്രീനിവാസൻ്റെ ഫോട്ടോയ. ഈ പുള്ളിക്കാരന് സിനിമ അഭിനയിക്കാൻ തുടങ്ങിയ തൊട്ട് മരിക്കുന്നോടെ വരെയുള്ള പടങ്ങൾ കണ്ട. ഈ പുള്ളിക്ക് എന്നാൽ ഇത്രയും സൗന്ദര്യം ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോഷോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് മനുഷ്യനെ സിനിമാ താരങ്ങളൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ കൂടുതലങ്ങ് ഇടാമല്ലോ. കുറ്റം പറയുന്നതല്ല. ഫോട്ടോഷോപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട്, വർഷങ്ങളായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണല്ലോ, അതുകൊണ്ട് നമുക്കറിയാം. ഫോട്ടോഷോപ്പിൽ 30-50 എന്നുള്ള ടൂളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കോന്തനും സുന്ദരനാകും. പക്ഷേ ലൈവ് ജീവിതത്തിൽ അങ്ങനെ സുന്ദരനാകാൻ പറ്റത്തില്ല. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ സുന്ദരനാക്കാൻ പറ്റത്തില്ല. പറ്റും, ആർക്ക് ലൈറ്റും കളർ ലൈറ്റും ഒക്കെ ഇട്ട് കൂട്ടിയൊക്കെ അടിച്ച് കയറ്റിയാൽ കുറേ അങ്ങനെ സുന്ദരന്മാരാകും. എന്തായാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ പുള്ളി. എനിക്ക് ഒരുപാട് ആദരവുണ്ട്. നമുക്കൊരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ വിതറിത്തന്ന ഒരു നല്ല കലാകാരനായിരുന്നു. ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കുന്നു. എന്നാലും ടോട്ടലി ഞാനുള്ള ആ ഒരു അളിഞ്ഞ സിനിമാക്കാരെ സുന്ദരന്മാരാക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കാണ് പറയുന്നത്. 40-50 ടൂളിട്ടാൽ മതി, ഫെദറും ഒക്കെ അങ്ങ് ഇട്ടാൽ മതി. ഞാൻ മറന്നുപോയി. ഫോട്ടോഷോപ്പ് 20 വർഷത്തോളം ഫോട്ടോഗ്രാഫറായിരുന്നു. അതിൽ തന്നെ 13 വർഷം കറുകച്ചാലിൽ സ്റ്റുഡിയോയിൽ ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഈ കൈവിരൽത്തുമ്പിൽ ഇങ്ങനെ ഞാൻ എത്രയോ ഫോട്ടോ എടുക്കാൻ വന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒരു 2 തലമുറ വരെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് ഞാൻ പരിപാടി നടത്തി. പകരം വൈഫിന് കട ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുകച്ചാൽ ടൗണിന് നടുക്ക്. അത് മതി ജീവിക്കാൻ. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മുടെ ചാനലിന് ഇഷ്ടമായാൽ അതും പറയണം, ഷെയർ ചെയ്യുക. നമ്മുടെ ജൈവപ്പന്തലിൻ്റെ പണികളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ താങ്ക് യു.